വർഷത്തിൽ 6 മാസം മൂടിക്കിടക്കുന്ന കൊടുംമഞ്ഞ്. അക്കാലത്ത് ദ്രാസിൽ റോഡും അങ്ങാടിയും പള്ളിക്കൂടങ്ങളും അടഞ്ഞുകിടക്കും. ജനജീവിതം ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമാകും. താപനില 60 ഡിഗ്രി വരെ 0-ന് താഴേക്ക് പോയ സർവകാല റെക്കോർഡ് ദ്രാസിനുണ്ട്. സൈബീരിയയിലെ ഒയ്മ്യാക്കോൺ കഴിഞ്ഞാൽ ലോകത്ത് മനുഷ്യാധിവാസമുള്ളതിൽ ഏറ്റവും കടുത്ത ശൈത്യമുള്ളത് ഇവിടെയാണ്. മനുഷ്യന്റെ സഹനശേഷിയുടെ നേർക്കാഴ്ചയാണ് ദ്രാസിലെ ഈ ജീവിതം. എന്തിനു വേണ്ടി ഈ ജനത ഇങ്ങനെയൊരിടത്ത് ജീവിക്കുന്നു എന്ന ചോദ്യമുയർത്താതെ പ്രകൃതിയുടെ ഈ വിസ്മയ നഗരിയിൽ നിന്നും ഒരാളും മടങ്ങുന്നില്ല. തണുപ്പ് കാലത്തിന്റെ വരവറിയിച്ച് വീഴുന്ന ആദ്യത്തെ മഞ്ഞിൽ നിന്നു തന്നെ ദ്രാസ് ചുരുണ്ടുമടങ്ങും. 6 മാസക്കാലം നീളുന്ന ഒരുതരം സുഷുപ്തിയിലേക്ക്, ഉറുമ്പുകളെ പോലെയുള്ള ജീവിതം. ആ 6 മാസക്കാലത്ത് ദ്രാസിലെ നദികൾ പോലും നിശ്ചലമാകും. റോഡുകൾ കാണാനില്ലാതെയാവും. മഞ്ഞിന്റെ അടരുകൾക്കിടയിൽ നിന്ന് ഒരു പുകക്കുഴൽ മാത്രമായി വീടുകൾ തലയുയർത്തി നിൽക്കും. ആടും കോഴിയും പശുവുമൊക്കെ മനുഷ്യരോടൊപ്പം വീടിന്റെ അകത്തളങ്ങളിൽ കയറും. കാത്തുവച്ച ധാന്യവും വിറകും ആയുസിന്റെ ബലം നിശ്ചയിക്കും. വേനൽക്കാലമെന്നത് അധ്വാനത്തിന്റെയും വിഭവശേഖരണത്തിന്റെയും കാലമാണ്. വരാനിരിക്കുന്ന പഞ്ഞമാസത്തിലേക്കായി മണ്ണെണ്ണയും വിറകും കരുതി വെക്കുകയും ധാന്യവും പച്ചക്കറികളും ഉണക്കി സൂക്ഷിക്കുകയുമാണ് ഓരോ ദ്രാസുകാരന്റെയും ജീവിതായോധനം. इस तरह पहले पानी में लगाते हैं। हाँ। पानी लगाकर उबालता है। हाँ, फिर उसको निकाल के अच्छी तरह करके पानी निकाल के तड़के में लगाना। वो हाँ, तड़के में लगाकर घी में लगाकर फिर अच्छी तरह उबालकर सूखा करके चटनी जैसा बनाकर खाना। और ये क्या है? ये तो बिल्कुल गोश्त जैसा होता है। मशरूम। ये कहाँ से मिलते हैं? ये पहाड़ में मिलता है, मतलब बारिश के टाइम में? नहीं, मई में मिलता है। अब हर लोग जाके उसको लाते हैं। कोई बेचते हैं, कोई खाते हैं। कितना मिलता होंगे एक फैमिली के? मिलता होगा 5 केजी 6 केजी 10 केजी तक मिलता है। ढूंढने वाले को 10-15 केजी तक मिलता है। തികച്ചും യാന്ത്രികമാണ് ദ്രാസിലെ ജീവിതം. തണുപ്പിന്റെ ആധിക്യം ആളുകളെ വലിയൊരളവോളം ഉദാസീനരാക്കുന്നു. ശ്രീനഗറിൽ നിന്നും ലേയിലേക്ക് പോകുന്ന 1D നാഷണൽ ഹൈവേയിൽ സോജില്ല ചുരം കഴിഞ്ഞാൽ ആളും അനക്കവും കാണാനാവുന്ന ആദ്യത്തെ സ്ഥലമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 11,000 അടി ഉയരത്തിലാണ് ഈ പ്രദേശം. എടുത്തു പറയാവുന്ന ഒരു ടൗൺ പക്ഷേ ഇവിടെയില്ല. കഷ്ടിച്ച് 200 മീറ്റർ നീളമേ ഉള്ളൂ ദ്രാസിലെ അങ്ങാടിക്ക്. ആകെക്കൂടിയുള്ളത് 5000 കുടുംബങ്ങൾ. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ഗസ്റ്റ് ഹൗസും 2 ഇടത്തരം ഹോട്ടലുകളുമാണ് ഇവിടെയുള്ള താമസ സൗകര്യം. ഉച്ചവെയിലിൽ പോലും ഉരുകിപ്പോവാത്ത വെണ്ണ. ഒരു കല്യാണ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടികൾ പോകുന്നത്.
പാൽ, ഇറച്ചി, മുട്ട, മത്സ്യം പോലുള്ളവ ദ്രാസിലെ ആർഭാട വസ്തുക്കളാണ്. തണുപ്പ് കാലത്ത് ഇവ മാർക്കറ്റിൽ കാണാനേ കഴിയില്ല. विंटर में सर वो क्या सर दाल खाते हैं ज़्यादातर। क्या कहते हैं? दाल दाल सर। दाल ज्यादा चलता है। सब्जी बोल के कोई भी आइटम मिलता है इधर उस टाइम में? कुछ भी नहीं। कुछ भी नहीं सर। प्याज के क्या करता है? प्याज का हाँ। यहाँ पे डंप रखते हैं माल, ये लोग हैं? यहाँ पे डंप रखते हैं माल। वो आज मतलब 6 महीने 7 6 महीने महीने में नहीं, वो 1-2 महीने तक रह फिर सकते उसके हैं। बाद क्या करेंगे? उसके बाद होता है मतलब उसका कोई सूखा वूखा होता है, सब्जी वब्जी प्याज वगैरह। प्याज सूखा करते हैं इधर? हाँ, सूख जाता है। कड़ी सर्दी में अगर बकरीद आता है जैसा कि 5 साल पहले या 6 साल पहले तो बने होता है। कुर्बानी होता है, कुर्बानी कभी नहीं छूटेगी। हाँ, वो नहीं। कुर्बानी करना ही है। अभी हमारे पास भी कुछ नहीं, बस खत्म होने वाला आप है। खरीद के नहीं रखता है हाँ? इसको? खरीद के नहीं खरीद रखता। के रखेंगे तो हम घास कहाँ से लाएंगे इसकी बर्फ जब गिरेगा। ഇറച്ചി ഉണക്കി സൂക്ഷിക്കുന്ന പതിവാണ് തണുപ്പ് കാലങ്ങളിൽ പൊതുവെയുള്ളത്. എന്തിന് ഇറച്ചി? തക്കാളി, വെണ്ടക്ക, സവാള മുതലായ പച്ചക്കറികളും കൂണുമൊക്കെ ഉണക്കിയും മഞ്ഞിൽ പൂഴ്ത്തിവെച്ചും ഇവർ ഉപയോഗിക്കാറുണ്ട്. കോഴിമുട്ട പോലും മഞ്ഞിൽ പൂഴ്ത്തിവെച്ച് 6 മാസക്കാലം വരെ ഉപയോഗിക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും പരിപ്പും ചോറും തന്നെയാണ് ഭക്ഷണം. ഒരേ മട്ടിലുള്ള ഭക്ഷണം 2 നേരം തുടർച്ചയായി കഴിക്കുമ്പോൾ മടുക്കുന്ന മലയാളിക്ക് 6 മാസക്കാലം നീളുന്ന ദ്രാസുകാരൻ്റെ ഈ ഒറ്റമെനു ജീവിതം ശീലങ്ങളെക്കുറിച്ച ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കച്ചവടക്കാർ പലരും സോജില്ലയുടെ താഴെ നിന്നും എത്തുന്നവരാണ്. തണുപ്പ് കാലത്ത് അവർ കടകളടച്ച് സ്വന്തം നാടുകളിലേക്ക് മടങ്ങും. ആറ് മാസത്തെ ബിസിനസ് കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം വിശ്രമം. പക്ഷേ 6 മാസക്കാലത്തെ ബിസിനസ് ആയതുകൊണ്ട് എല്ലാറ്റിനും തീവിലയാണ് ദ്രാസിൽ. ഒരു ചായക്ക് 10 രൂപയെങ്കിലും കൊടുക്കണം. എങ്കിലും ഇവിടുത്തെ ഉപ്പു ചായക്ക് നല്ല രുചിയുണ്ട്. കശ്മീരിലെ മറ്റു പ്രദേശങ്ങളെപ്പോലെ ടൂറിസം ദ്രാസിന്റെ മുഖ്യ വരുമാനമല്ല. കാർഗിലിലേക്ക് പോകുന്ന സഞ്ചാരികൾ വഴിയിൽ ഉച്ചഭക്ഷണത്തിനു തങ്ങിയെങ്കിലായി. കാർഗിൽ യുദ്ധകാലത്ത് പേരുകേട്ട ടൈഗർ ഹിൽസ് മാത്രമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരേയൊരു കേന്ദ്രം. പാണ്ഡവരുടെയും കുന്തിദേവിയുടെയുമൊക്കെ വാസസ്ഥലം ദ്രാസിനു സമീപത്തുള്ള ചില മലനിരകളിലാണെന്ന് ഇവിടെയുള്ളവർ അവകാശപ്പെടുന്നുണ്ട്. പന്ത്രാസിൽ നിന്നും സോജില്ലയിലേക്കുള്ള വഴിയിൽ ഈ മലനിരകൾ നമുക്ക് കാണാനാവും. കുന്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രം പോലുമുണ്ട്. കുന്തിയും ഗാന്ധാരിയും ഒക്കെ കശ്മീരിലാണ് ജീവിച്ചിരുന്നതെന്ന കഥകൾക്ക് പ്രാണവായു നൽകുന്ന പുരാതന സ്മാരകങ്ങളാണിവ. ദ്രാസിലെയും കാർഗിൽ ജില്ലയിലെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് മഞ്ഞ്. ഒക്ടോബർ മാസം എത്തിയാൽ മഞ്ഞുവീഴ്ച എപ്പോഴും വഴിമുടക്കും. അസുഖവും രോഗങ്ങളും പീഡകളും വരാതിരിക്കലാണ് ചികിത്സ നേടുന്നതിനേക്കാൾ അഭികാമ്യം. के लिए तो बहुत मुश्किल होता है, वो वहीं सड़ जाते हैं, मर जाते हैं. वो हर जगह चेकिंग होता है, हर जगह तंग करते हैं, पैसेंजर को प्रॉब्लम होता है. कोई पेशेंट होता है तो यहाँ ही मर जाते हैं। बाहर का ये टैक्सी होता को ही देखिए नहीं। कि पुलिस फैसिलिटीज होता ही नहीं है सर। होता है, इनका बहुत मुश्किल होता है. उसमें कभी ऐसे पैसेंजर होते हैं कि उसको जल्दी अस्पताल पहुँचना. और यहाँ 6 महीना बंद रहता है तो प्रॉब्लम तो आना ही आना है.
6 महीना जब रोड बंद हो जाएगा, दुनिया से कट जाएगा, कोई बीमार हो जाएगा तो उनको तो प्रॉब्लम स्टैंडर्ड होना चाहिए, दोनों पार्टी के ऊपर स्टैंडर्ड पर प्रेस होना चाहिए। कांग्रेस को टाइम नहीं करेगा, कांग्रेस को छोटा मोटा काम है। अगर ये टनल हो जाएगा तो सब जो यहाँ का प्रॉब्लम भी खत्म, इंडिया से जुड़ जाएगा। ആശുപത്രിയിൽ ആരും എത്തണമെന്നില്ല, എങ്കിലും രോഗികളെ സൈന്യം സഹായിക്കുന്നു. അത്യാവശ്യങ്ങൾക്കായി പോകുമ്പോഴാണ് ഇതുപോലെ വഴിയിലകപ്പെടുക. इनको सबसे ज़्यादा तो टनल होना चाहिए और एयरपोर्ट होना चाहिए, बहुत ज़रूरी है। जहाज़ जहाज़ अभी हवाई जहाज़, हेलीकॉप्टर से तो क्या होगा, आदमी कम आते हैं, बीमार वालों को बड़ा मुश्किल हो जाता है। जो बीमार होता है उसके लिए 6 महीना यहाँ बेमौत मरता है। എല്ലാ വർഷവും ഒക്ടോബർ അവസാന വാരം സോജില്ല ചുരം അടക്കുന്നതിൻ്റെ അറിയിപ്പുണ്ടാകും. പക്ഷേ സർക്കാർ മുന്നറിയിപ്പ് നൽകിയ തീയതിക്ക് മുമ്പേ തന്നെ മഞ്ഞു വീണാൽ സൈന്യം രംഗത്തിറങ്ങി ആളുകൾക്ക് വഴിയൊരുക്കും. करगिल में हॉस्पिटल है सर, गवर्नमेंट का हॉस्पिटल है, यहीं अपने यहाँ गवर्नमेंट का हॉस्पिटल है। हाँ सर, मिलिट्री का हॉस्पिटल है, वो लोग फैसिलिटी देते थे थोड़ा बहुत। अगर लोकल आदमी को कोई खास बीमारी आ गया तो मिलिट्री को क्या? हाँ मिलिट्री देते हैं सर, थोड़ा बहुत फैसिलिटी देते हैं, इसको ले जाते हैं सर। बस पुरखों से बैठे सर, पुराने ज़माने से लोग अपने ज़मीन जायदाद ले रखा, मकाने बना रखे हैं सर। क्या ज़मीन खरीद के लोग बाहर जा रहे हैं क्या आजकल? हाँ तो अब बहुत से लोग जा रहे हैं सर, पढ़े लिखे हैं, बाहर पढ़ रहे हैं, बहुत अच्छे है सर, नौकरी वगैरह है इनको। हर घर में दो दो कोई मास्टर है, कोई है, सरकारी नौकरी दे रखा सर इनको, बहुत अच्छी खासी नौकरियाँ हैं सर। और राशन देता है? राशन है, गवर्नमेंट ने राशन दिया है सर, कोटे का राशन है, इनको पैक रहता है 6 महीने के लिए। 6 महीने का राशन? हाँ 6 महीने का राशन है, चाट इसमें चावल है, आटा है, केरोसिन है सर, ये मिलता है सर। എന്തിന് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്ന് തോന്നിയേക്കാം. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനാവുക അവർക്കല്ല, നമുക്ക് തന്നെയാണ്. गवर्नमेंट की तरफ बहुत सपोर्ट मिल रहा है, राशन देता है? वो हर किस्म का सपोर्ट मिल रहा है, मदद मिल रहा है। अगर इधर लोग पूरे के पूरे ताउन नहीं करता है, हाँ ताउन तो करता है। ये सिस्टम इतना अच्छा नहीं भी हो सकता है ना, मतलब मिलिट्री को अकेले नहीं रहना। मिलिट्री अकेली नहीं कर सकती जब तक यहाँ का सपोर्ट नहीं होगा। सपोर्ट बहुत साथ दिया यहाँ करगिल वालों ने, वार के वक्त भी बहुत साथ दिया, अभी भी साथ देते हैं, पहले भी शुरू से आर्मी का साथ देते हैं, सपोर्ट करता है। अगर सपोर्ट नहीं होगा तो आर्मी क्या होगा, आर्मी क्या करेगा, अकेला आदमी कुछ नहीं कर सकता। ये ऊपर है बड़गाम, यहाँ से जाके ऊपर है नीचे मजिदास, मजिदास के ऊपर है बड़गाम, फिर उसके ऊपर है हरल ऊपर है अपना इंडिया का, फिर उसके पीछे जो है वो पाकिस्तान है। ये बड़गाम तो एक मशहूर जगह है ना? मशहूर जगह है वो तो सिटी खुला ढीला जगह है, सिटी भी है ना? सिटी भी है। बड़गाम इस तरफ है? बड़गाम यही नाला है ना, हाँ। यही नाला पकड़ के उसको ऊपर है, उसके पीछे तो लात है। हाँ, ये जो नीचे गाँव नजर आता है ना, वो तो करगिचू है, इस साइड वाला है। बिल्कुल हमारे बॉर्डर की सबसे आखिरी विलेज कौन सा है? आखिरी विलेज ऊपर और कोई विलेज नहीं। ना, आखिरी विलेज कौन सा है? आखिरी विलेज है बड़गाम है, बस बड़गाम है। ദ്രാസിൽ ഇങ്ങനെയൊരു ജനത ജീവിച്ചിരുന്നില്ലെങ്കിൽ ഇന്ത്യൻ കശ്മീരിൻ്റെ 4/3 പാകിസ്ഥാൻ എന്നോ കൈയടക്കുമായിരുന്നു. ടൈഗർ മലയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയ വിവരം ഇന്ത്യൻ സൈന്യം അറിഞ്ഞതു തന്നെ ഈ മേഖലയിലെ ആൾതാമസത്തിലൂടെയാണ്. അന്നത്തെ യുദ്ധത്തിൻ്റെ സ്മാരകങ്ങളാണ് വഴിയിലുടനീളം. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരും ദ്രാസിലെ ഗ്രാമീണരും തമ്മിലുള്ള ബന്ധം പരസ്പര വിശ്വാസത്തിൻ്റെയും സഹായ സഹകരണങ്ങളുടേതുമാണ്. പൊതുവെ ഷിയ മുസ്ലിങ്ങൾക്കാണ് ഈ മേഖലയിൽ ഭൂരിപക്ഷം. കാർഗിലും ദ്രാസും അടുത്ത പ്രദേശങ്ങളാണ്. സാംസ്കാരികമായും ഭാഷാപരമായുമൊക്കെ ശ്രീനഗറിനേക്കാൾ ഇവർക്ക് അടുപ്പം കൂടുതലുള്ളത് കാർഗിലിനോടാണ്. इसका वजह यहाँ के लोग यहाँ पर जो इस्लाम के जो सही तबलीग किया है, जिन्होंने तबलीग किया है, वो इखलास के साथ और बहुत खुलूस के साथ इन्होंने तबलीग किया और असली पैगाम इस्लाम को लोगों तक पहुँचाया है। उस वजह से लोगों में ईमानदारी और पैगम्बर हुज़ूर सल्लल्लाहु अलैहि वसल्लम प्रॉफिट मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम के पूरे ज़िंदगी को यहाँ पर लोगों तक पहुँचाया और उस पर अमल करने का अंत तक उस ज़माने से कोशिश किया है। तो उनके अखलाक से, चाहे उनके पर ईमान लाने वाला हो चाहे ना लाने वाला हो, सबके साथ एक अच्छा सलूक था। तो उनके साथ अच्छे बरखुर करते थे, अच्छे सलूक करते थे। तो तिजारत की लाइन में, माशी लाइन में, हर लाइन में उनका अच्छा एक राबिता था। उस राबिते को लोगों तक सही मानों में उन्होंने पहुंचाया है। तो लोग उसको उस वजह से यहाँ पर लोग उसमें दर्स नहीं है टेररिज्म क्या है, कैसे जंग करना है, किससे करना है, उसमें ज़्यादातर वो चीज़ें नहीं आए। तो इसलिए यहाँ के लोग बहुत अपने ईमान के साथ, मजबूती ईमान के साथ कायम है. കാർഗിലിൻ്റെ അതേ പ്രശ്നങ്ങളും അതേ കാഴ്ചപ്പാടുമാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇവർക്കുമുള്ളത്.
സോജില്ല ചുരത്തിന് ടണൽ പണിയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഭാവികമായും ദ്രാസിനെ ആഹ്ലാദഭരിതമാക്കുന്നു. ഈ മേഖലയിലെ, പ്രത്യേകിച്ചും ജില്ലാ ആസ്ഥാനമായ കാർഗിലിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് സോജില്ല ചുരത്തിന് ടണൽ പണിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആവശ്യം. There you find that you have to cross the Zojila pass. There is about 11,000 feet, and it is closed completely after this number first number. It is also it can be closed at any time, subject to snowfall. When snowfall occur, then the road is closed, totally closed. It is remain for the 6 months. Then we have to face a lot of things over there. No? There is no communication. There is no air link also. Leh is connected, well connected with air service with Delhi, Jammu, Srinagar, but Kargil is not. It is the efforts of the Indian Air Force. We are very thankful to Indian Air Force and the Army. They are flying on the basis of humanitarian ground. They are flying N-30 courier service. കശ്മീർ വിഷയത്തിലും കശ്മീരിലെ ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും തികച്ചും വ്യതിരിക്തമായ അഭിപ്രായമാണ് ഇവിടെയുള്ളവരുടേത്. हमारे करगिल लद्दाख एरिया में कभी आज तक आपने सुना होगा न देखा होगा कि हमारे यहाँ पर कोई भी ऐसा ये टेररिस्ट का वाक़ा नहीं हुआ है, ना आइंदा होगा इंशाल्लाह। हम इसका मतलब ये है कि हम लोग एक इत्तेफाक रखते हैं, एक यूनाइटेड रखते हैं कि हमारे मुल्क में, हमारे देश में कोई गैर या ऐसे टेररिस्ट वो हम यहाँ पर पनाह होने नहीं देते हैं, यहाँ पर पनपने नहीं देते हैं। ये हमारे लोगों के, चाहे उसमें मुस्लिम हो, बुद्धिस्ट हो, सिख, हिंदू, ईसाई, जो भी मजहब से ताल्लुक़ रखते हैं, हम मिल बांट के उनका मुकाबला करते हैं। और जोजिला से इस तरफ उनका कोई अभी तक आज तक कोई रिकॉर्ड नहीं है कि यहाँ पर आके वो ऐसा कुछ काम। यहाँ पर टेररिस्ट को लेके कोई भी हादसा आज तक मेरे ज़िंदगी मेरा कोई 47-48 ईयर्स हो गया है, कोई आज तक ऐसे वाक़ा नहीं हुआ है कि भाई यहाँ पर टेररिस्ट आया है। But you find the where you said that 90% Muslim here, but here no crisis about the terrorism etc. Like you will find within the 100 kilometer Kashmir is subject to 200 kilometer Kashmir is subject, and Kashmir is the capital of Pura Kashmir, India. We are also going there, come here, and we have got very good relation with Kashmir people. But there is no work up, and then there's no words of tension about the terrorism. There's not terrorism at all. സോജില്ലയ്ക്കു താഴെയുള്ള കശ്മീരിലെ വൈകാരികമായ സമീപനമല്ല ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ കാണാനാവുന്നത്. എന്നല്ല, കാശ്മീരികൾ ഈ വക വിഷയങ്ങളെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നതെന്ന അഭിപ്രായം പോലും കാർഗിലിലെയും ദ്രാസിലെയും രാഷ്ട്രീയ നേതാക്കൾക്കും മതനേതാക്കൾക്കുമുണ്ട്. ये तो वहाँ के नुमाइंदों का काम है, वहाँ के इस्लामी जो रूहानी है, पेशवा है, उनका काम है कि इसको सुधारना उनका ज़िम्मेदारी है। वो लोग उनके जज्बात के बजाय उनको इस्लामी जड़ से और उसूल से आगाह करें तो ये सुधरने का काम है। अगर उनको सीधा सिर्फ जज्बात पर उनको तबलीग किया जाए तो ये सुधरने वाली चीज़ नहीं है। अगर उनको उसूल इस्लाम से और जो इस्लाम का जट है, जो है जिसको हम कहते हैं तौहीद, नबूवत, माआत, ये 3 चीज़ हैं। इन 3 चीज़ों से उसूल इस्लाम कहते हैं, उनकी तरफ अगर उनको ज़्यादा तवज्जो दिया जाए और पैगम्बर सल्लल्लाहु अलैहि वसल्लम के अखलाक और किरदार और उनके दीनी और सियासी और इज्तिमाई और इनफरादी ज़िंदगी से उनको आगाह कराया जाए और उसको वाक़ई बुनियादी उसूलों की बुनियाद पर उनको दर्स दिया जाए, उनको पहुंचा जाए, तो ये सुधर जाएंगे। लेकिन इनको उसके बजाय सिर्फ कुछ 3-4 छोटे छोटे इशू पर जज्बात की बिना पर अगर लाया जाए तो ये प्रॉब्लम्स है। ഒരിക്കൽ എത്തിപ്പെട്ടാൽ ഈ തണുപ്പ് വീണ്ടും ഒരു ദ്രാസ് യാത്രയെക്കുറിച്ച് ഒരു സഞ്ചാരിയെയും മോഹിപ്പിക്കില്ല. പക്ഷേ ഈ ജനതയുടെ സാഹസികമായ ജീവിതവും മാതൃരാജ്യത്തിനു വേണ്ടി അവർ സഹിക്കുന്ന ത്യാഗവും വന്നുപോയവരാരും ഒരിക്കലും മറക്കില്ല.